ആറ് അസംഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണോ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ പോലും ഡെറിവേഷൻ ആണ് ജസ്റ്റ് ഡിറൈവ് ചെയ്യാനാണ് ഇപ്പൊ തരുന്ന ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിറൈവ് ദ ടോർഷൻ ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിലും യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ അസംഷൻസ്. അസംഷൻസ് എഴുതുക, ഡിറൈവ് ചെയ്യുക. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഡെറിവേഷൻ. Okay, so we have seen different assumptions for the torsion equation. That is, material homogeneous and isotropic ആയിരിക്കണം. Sharp must be uniform circular. Circular cross section മാത്രമേ ഇവിടെ applicable ആയിട്ടുള്ളൂ. Twist is uniform. Stresses do not exceed the limit of proportionality. Diameters which was straight remain straight. അതേപോലെ cross remains plane. Okay, after the twist aspect. Okay, so അങ്ങനെ ഡെറിവേഷനിലേക്ക് വരാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണം. വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കും ആണ്. ഓക്കെ, സ്കോറിംഗ് ടോപ്പിക് ആണ്. Okay, so we'll start the derivation of torsion equation. Torsion equation. So effectively, what we are going to find out is the relationship between torsion and the deformation, which is angular deformation. So we are going to find out the relationship between T, torque, and the angular deformation, theta, torque, and the radius of the bar, torque, and the shear stress. Right. Then the relationship എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. Okay. Right. Now for that, let us assume, let us take a bar. Okay. Based on the basic assumptions and all, let us consider a bar. Okay. എൻ്റെ കൂടെ തന്നെ വരച്ചോ. Let's consider a bar. Or a shaft. Okay. Bar or a shaft. Okay, a circular shaft. Right. Okay. അതാണ് ഇതുപോലെ ഉണ്ടാവും. Right. Now, let me mark the axis. ഇതാണ് central axis, vertical axis. ഇവിടെ. Okay, fine. So these are the different axes, right? Now, നമുക്ക് സെപ്പറേറ്റ് ഇതിന്റെ ക്രോസ് സെക്ഷൻ കൂടെ ഒന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ബി ദ ക്രോസ് സെക്ഷൻ. ഞാൻ കുറച്ചുകൂടെ എൻലാർജ് ചെയ്തിട്ടാണ് വരച്ചത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Fine. Okay. Now, let us suppose I'm applying a torque. Okay, so simply consider a shaft of length L, Okay, so the length of this one is L. Okay, of length L, fixed at one edge, fixed at one end. Okay, let the radius of the shaft be, let the radius of shaft be capital R. See, ഇതൊക്കെ ഞാൻ എഴുതുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് when it comes to a derivation, because normally ഞാൻ പലപ്പോഴും പേപ്പർ വാല്യൂഷന് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങ് എഴുതും L is equal to R എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് എഴുതിയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഈ L എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, L എന്താണെന്ന് ഫിഗറിലും കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ L എന്താണെന്ന് നമ്മൾ ഊഹിക്കാണോ വേണ്ടേ? അല്ല,
നമ്മൾ വ്യക്തമായിട്ട് പറയണം. ഒന്നുകിലും ഫിഗറിൽ അത് കാണിക്കണം എൽ, എന്നിട്ട് പറയണം എൽ ഇസ് ദ ലെങ്ത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡയഗ്രത്തിൽ പ്രോപ്പർ ആയിട്ട് കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ എൽ എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ സാധനം മിസ്സിംഗ് ആവും. നമ്മൾ ഈ ഡെറിവേഷനിൽ കൊണ്ടുവരുന്ന ഓരോ പോയിന്റും എന്തായിരിക്കണം, അതൊക്കെ ഒന്നിക്കൽ ഫിഗറിൽ അല്ലെങ്കിൽ ഇൻ വേർഡ്സ് ഇറ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു കോമ്പണന്റ് ഇതിലുണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നതാണ് എന്ന് പറഞ്ഞിരിക്കണം. റൈറ്റ്, അല്ലെങ്കിൽ ബാക്കി പിന്നെ പറയുന്നതിൽ അർത്ഥമില്ല. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ യു കൺസിഡർ ഷാഫ്റ്റ് ഓഫ് ലെങ്ത് എൽ. ഓക്കെ, ലെറ്റ് ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ബി ക്യാപിറ്റൽ ആർ. ഓക്കെ, ക്യാപിറ്റൽ ആർ ആണ് റേഡിയസ് എടുക്കുന്നത്. ഫൈൻ. Now let T be the torque acting on this one. Okay, okay, mark T. Okay, let T be the torque acting on this one. Okay. Now, after a T is applied, now let us suppose let us select a point over here. Okay, I'll give you a point. Let the point be A. A. Okay. Now, after application of torque, in the A nulla point, it moves to somewhere around here. Let that point be A dash. Okay. Now, point. ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു. ആ പോയിന്റ് ട്വിസ്റ്റ് ആയി പോയിട്ട് എ ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് എത്തി. ഇത് ക്ലിയർ ആണോ? റൊട്ടേറ്റ് ചെയ്തപ്പോ ട്വിസ്റ്റ് ആയി അല്ലെ? പോയിന്റ് എ ഡാഷ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ അല്ലേ? പ്രശ്നമുണ്ടോ? പറയൂ പറയൂ, നിങ്ങൾ പറയാതെ ഞാൻ ചെയ്യാം. പറ, ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? എന്റെ കൂടെ ഉണ്ടോ? കാര്യം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. അതൊരു നല്ല രീതിയിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. ഇത് നമ്മൾ പലപ്പോഴും വരയ്ക്കുന്ന 2 ഡയമെൻഷനിലൊക്കെ ആണെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്ട് നമ്മളെ മനസ്സിലുണ്ടാവണം. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്, ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ഞാൻ എന്റെ ചുമരിൽ തുറന്നിട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ആ രീതിയിൽ തന്നെ മനസ്സിൽ കാണാൻ പറ്റും. ആ ഞാൻ പിടിച്ച് ട്വിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ യു ആർ ഗോയിങ് ടു ട്വിസ്റ്റ്. ദ ബെസ്റ്റ് വേ ടു ലേൺ ഈസ് ടു ഇമാജിൻ അല്ലെ. അതിനെ നമ്മൾ മൈൻഡിൽ ഒരു വലിയ സൈസായിട്ട് ഒരു ഭയങ്കര സൈസിലായിട്ട് നമ്മൾ അതിനൊന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഒരു കുറച്ചു നേരം ഒന്ന് മനസ്സിൽ കാണാം. അതായത് ഒരു വലിയ സൈസിൽ ഒരു ഷാഫ്റ്റ് ചെയ്യാനാണ് ഫിക്സ് ചെയ്തു. ആ ഷാഫ്റ്റിനെ പിടിച്ചങ്ങോട്ട് തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത്രത്തോളം ട്വിസ്റ്റായി. ആ രീതിയിലാണ് നമ്മൾ ഒരു മൈൻഡിൽ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കണം. ആ വിഷ്വലൈസേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഡെറിവേഷൻ ഒന്നും പിന്നീട് അങ്ങോട്ട് ഒന്നും പഠിക്കേണ്ടി വരില്ല. വൺ ടൈം മതി. സോ വിഷ്വലൈസ് ദിസ് what happens. Okay, ഒരു ആനിമേഷൻ പോലെ മനസ്സിലത് ഉണ്ടാവണം. യു ആർ അപ്ലൈയിങ് എ ടോർക്ക്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫോംഡ് അല്ലെ. ഡിഫോംഡ് എങ്ങനെയാ? ഫ്രം എ ടു എ ഡാഷ്. ഇനീഷ്യൽ പോയിന്റ് എ ആയിരുന്നു, അത് എ ഡാഷിലേക്ക് അത് മൂവ് ആയി. റൈറ്റ്. നൗ ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം, റേഡിയസ് ഈസ് ആർ അല്ലെ. യുവർ റേഡിയസ് ഈസ് ആർ. ഓക്കെ, നമുക്ക് ഇതും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. So this radius is actually capital R. Okay, ഇവിടെ radius R. Now let this angle be theta. ഇതിന്റെ ആംഗിൾ ക്രോസ് സെക്ഷനിലെ ആംഗിൾ let that be theta. Fine. ഇത്രയും ചെയ്തിട്ടുള്ളൂ. ലെങ്ത് ഈസ് L. ഇത് റൊട്ടേറ്റ് ചെയ്ത സമയത്ത് ഈ ഇവിടുത്തെ ഉണ്ടായിരുന്ന ഡിഫോർമേഷൻ let that be phi. Okay, ഇവിടുത്തെ ഈ ഒരു ആംഗിൾ let that angle new angle be phi. Similarly ക്രോസ് സെക്ഷനിലെ ആംഗിൾ let that be theta. Fine. Clear അല്ലേ? Right. മനസ്സിലുണ്ടാവണം. Okay. Right. Now, so consider the point. Consider point A. A single point A എന്നുള്ള ഒരു point നമുക്ക് select ചെയ്യാം. Right. That A, after application of torque, that A point is moving to A dash. So that means there is a strain. അല്ലെ, പുതിയൊരു പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ. Therefore, the shear strain, അവിടെ ഒരു deformation ഉണ്ടായി അല്ലെ. some deformation അവിടെ ഉണ്ടായിട്ടുണ്ട്. Right. Therefore, the shear strain of A, shear strain at that portion is actually A dash എന്നുള്ള ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ ഷിയർ സ്ട്രെയിൻ അല്ലെ. ആ ആർക്ക് A dash എന്നുള്ളതാണ് അവിടുത്തെ A എന്നുള്ള പോയിന്റിന്റെ ഡിഫോർമേഷൻ. നൗ നമുക്കറിയാം ഈ A dash എന്ന് പറയുന്നത് യുവർ ഷിയർ സ്ട്രെയിൻ A dash is nothing but R into theta ആണ് അല്ലെ. ശരിയല്ലേ? റേഡിയസ് ഇൻറ്റു ആർക്ക് ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ള ഒരു പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഈ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എ ബി എന്നുള്ള ആർക്ക് ലെങ്ത്. ഓക്കെ, ആർക്ക് ലെങ്ത് എൽ ആണെങ്കിൽ ഇത് റേഡിയസ് ആർ ആണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ
your r is equal, sorry, L is equal to r theta എന്ന് പറഞ്ഞിട്ട് പണ്ട് പഠിച്ചിട്ടുണ്ടോ? അല്ലെ? കർവ് ലെങ്ത് is equal to radius into അതിന്റെ അണ്ടർലൈങ് ആംഗിൾ. കറക്റ്റ് അല്ലേ? ശരിയല്ലേ? മക്കളെ ഉണ്ടോ? ഇവിടെ ഇല്ല എല്ലാരും. ആരും ഒരു റെസ്പോൺസ് ഞാൻ ഇന്നലെ പറഞ്ഞെല്ലാം മറന്നു നിങ്ങള്. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ. അതിന്റെ ഇടയ്ക്ക് 2-3 പേര് ഒരുമിച്ച് പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല. പറഞ്ഞോ, മനസ്സിലുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, റെക്കോർഡ് വീഡിയോയിലൊന്നും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. ഓക്കെ, right. So your arc length is equal to radius into theta. Okay, that is one form. Now similarly, see, arc length actually it is common, right? So okay, this arc length is common to ഇത് അല്ലെ? ഇതിനും കോമൺ ആണ്. സിമിലർലി ഈ ഒരു പോർഷനും അത് കോമൺ ആണ് അല്ലെ? So the same concept നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ your shear strain A dash is also equal to L into phi ആണെന്നും പറയാം. ശരിയല്ലേ? L into phi. Right. The strain A dash is equal to R phi, R theta, and the same A dash is nothing but L phi. Let this be your first equation and that be the second equation. So from 1 and 2, your L phi is equal to R theta. L phi is equal to R theta. Correct. Okay, shear strain there is the arc length. Arc length. Okay, arc length is equal to A dash is equal to R theta, and R same arc length is equal to L phi. Okay. Now, phi എന്ന് പറയുന്നത്, but phi here is actually your shear strain. Okay, shear strain തന്നെയാണ് phi. Right. ഇവിടെ ഉണ്ടായിരുന്ന angular deformation in terms of the shear strain തന്നെയാണ് phi. Right. So this is nothing but shear stress by rigidity modulus. അല്ലെ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു rigidity modulus. Young's modulus എന്ന് പറയുന്നത് tensile stress by tensile strain ആയിരുന്നു. Rigidity modulus എന്ന് shear stress by shear strain ആയിരുന്നു അല്ലെ? Shear strain. Right. So from this നമുക്ക് പറയാം your shear strain is equal to shear stress by rigidity modulus ആണ്. Okay. So from that relation നമുക്ക് അതങ്ങനെ എടുക്കാം. Right. അപ്പൊ അങ്ങനെ വരുമ്പോ okay, so from the relationship okay, so from the relationship your shear strain is equal to tau by G. Okay, so let this be my third equation and let this be my fourth equation. Just substitute 4 in 3. Now if you do that, L into tau by G is equal to R theta in the or you can rewrite it as tau by R is equal to G theta by L. Okay, now this is the first relationship. Okay, your torsion equation, the first relationship. Okay, tau by R, where tau is the shear stress, R is the radius of shaft, G is the rigidity modulus, theta is the angular deformation, and L is the length of shaft. L is the length of the shaft. Okay, so that's it. ഇതാണ് ഫസ്റ്റ് പോർഷൻ ഓഫ് ദ ഡെറിവേഷൻ. അപ്പൊ ഇവിടെ ഷിയർ സ്ട്രെസ്സും ആംഗുലാർ ഡീഫോർമേഷനും അതുപോലെ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റും തമ്മിലുള്ള ബന്ധം നമ്മളിവിടെ സ്ഥാപിച്ചെടുക്കും. ഇനി ടോർക്കും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നോക്കണം. കാരണം ഞാനിവിടെ പറഞ്ഞു നമുക്ക് ടോർക്കും തീറ്റയും ടോർക്കും ആറും ടോർക്കും ഷിയർ സ്ട്രെസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കിട്ടേണ്ടത് അല്ലെ? അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഇത് കഴിഞ്ഞു. ക്ലിയർ ആണോ ഇതുവരെ? Yes or no? Yes, sir. Yes, sir. Correct. Yeah.
Okay, now the second part of the derivation like okay, that is to establish the relationship between torque and these things. Right. So for that, let us consider the cross section of the shaft. Second part and cross section select here. So for that, let us consider a very small thin strip of this shaft. Okay. Let me consider a very thin strip. Okay. At a distance r from the center. Okay, at a distance small r from the center. Okay, ഇവിടുന്ന് at a distance small r from the center, let the thickness of this strip be dr. Okay, let the thickness of the strip be dr. Okay, at a distance r. Okay, ഞാൻ അങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ്. Right. ഇപ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാൻ ഞാൻ ഇപ്പോഴത്തെ ക്രോസ് സെക്ഷൻ ഞാൻ ഒന്നുകൂടെ മാറ്റി വരക്കാം. ക്രോസ് സെക്ഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. Right, ഇതാണ് എൻ്റെ ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ ഓഫ് റേഡിയസ് ആർ. റൈറ്റ്, അത് ഞാനൊരു സ്ട്രിപ്പ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാണ് ഒരു തിൻ സ്ട്രിപ്പ് ഓഫ് thickness dr and that strip is at a distance r from the center. Okay, ഇതാണ് ആ സ്ട്രിപ്പ്. റൈറ്റ്. സോ എനിക്ക് ഇവിടെ കാണേണ്ടത്, ഞാൻ പറഞ്ഞു എനിക്ക് ടോർക്കും ഈ വാല്യൂസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ടോർക്കിന്റെ വാല്യൂവിനെ ഇവിടെ കൊണ്ട്, അല്ലെങ്കിൽ ടോർക്ക് എന്നൊരു ടേമിനെ ഇവിടെ കൊണ്ടുവരണം. ടോർക്ക് നമുക്കറിയാം, ടോർക്ക് എന്ന് പറയുന്നത് എന്താ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഈ കേസിൽ റേഡിയസ് വേണം എടുക്കാൻ അല്ലെ. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഫോഴ്സിനെ കൊണ്ടുവരണം. നമുക്ക് റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്. ടോർക്ക് വരണമെങ്കിൽ എനിക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അറിയണം. എന്ന് വെച്ചാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഷിയർ ഫോഴ്സ് കാണാൻ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്കറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലെ. അപ്പൊ ഞാൻ ആ തിരിച്ച് ഈ ഒരു ഫോമിലേക്കാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. നമുക്ക് നോക്കാം. സോ കൺസിഡർ എ സ്മോൾ സ്ട്രിപ്പ്, കൺസിഡർ എ സ്മോൾ സ്ട്രിപ്പ് of thickness dr at a distance r from the center. Okay, now അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് എന്തായിരിക്കും? then the area of the strip എന്തായിരിക്കും? എനിക്ക് ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് അറ്റ് ഡിസ്റ്റൻസ് r, dr ആണ് അതിന്റെ തിക്നെസ്. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിപ്പിന്റെ ഏരിയ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും? തെറ്റുണ്ടോ? കുഴപ്പമില്ല, പറഞ്ഞോ. മൈനസ് ചെയ്താ പോരാ? ഏതിന്ന്? ടോട്ടൽ ഏരിയന്ന് ആറിൻ്റെത് മൈനസ് ചെയ്യാണോ ഉദ്ദേശിച്ചത്? ഒന്നുകൂടെ പറയാം, ക്ലിയർ ആയിട്ടില്ല. പറഞ്ഞോ അസഫ, പറഞ്ഞോ. ഔട്ടർ സർക്കിൾ മൈനസ് ഇന്നർ സർക്കിൾ. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചു തന്നെ. ഒരു ഓപ്ഷൻ പറഞ്ഞത് ഔട്ടർ സർക്കിൾ മൈനസ് ഇന്നർ സർക്കിൾ ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ശ്രീധരെ, എന്താന്ന് പറയാം. ഇവിടെ നമ്മൾ ഇതിന്റെ ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ശ്രീരാഗ് ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയാണ്, പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ എടുക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ടോട്ടൽ സർക്കിളിൽ നിന്ന് നീ സബ്ട്രാക്ട് ചെയ്ത് കളയുന്ന ഈ ഇന്നർ സർക്കിളിന്റെ ആണ്. എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ഏരിയ ആണ് നമുക്ക് വരിക. മനസ്സിലായോ? ഈ മൊത്തം സ്ട്രിപ്പിന്റെ, ഞാനൊരു സ്ട്രിപ്പ് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്തത്. എനിക്ക് കിട്ടേണ്ടത് ആ സ്ട്രിപ്പിന്റെ ഏരിയ മാത്രമാണ്, വേറൊന്നും എനിക്ക് അപ്പൊ അത് ചെയ്യാൻ ഇവിടുത്തെ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. നമ്മൾ ഓക്കെ, സർക്കംഫറൻസ് ഓഫ് ദിസ് ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താ ഇക്വേഷൻ? സ്ക്വയർ. സർക്കംഫറൻസ് എന്തായിരുന്നു? പറയൂ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ പറയണ 2πr.
സർക്കിളിലെ സർക്കിൾ എന്തായിരുന്നു 2πr. ആണോ? ഞാൻ കേട്ടില്ല. 2πr അല്ലേ? ആണോ? അല്ലേ? ബാക്കിയുള്ളവരായിരിക്കും തോന്നുന്നു. Okay, so the circumference of a circle is 2πr അല്ലെ? See 2πr എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടുന്ന വെച്ചാല്, so you can see ഇവിടെ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് 2πr എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? ഈ കംപ്ലീറ്റ് ലെങ്ത് എത്രയാണെന്ന് കിട്ടും അല്ലെ? ഇത് കംപ്ലീറ്റ് എനിക്ക് ഈ ടോട്ടൽ സർക്കംഫറൻസ് ആണല്ലോ അല്ലെ? സോ I'll get the circumference into this thickness ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു സ്ട്രിപ്പിന്റെ ഏരിയ കിട്ടും അല്ലെ? 2πr into dr എടുത്താലും മതി. Correct. 2πr is the circumference of this one into thickness ചെയ്താലും I'll get the area. Right. So the area of the strip is equal to 2πr into dr. So area കിട്ടിക്കഴിഞ്ഞാൽ then I'll find out the shear force acting on the strip. Okay. Then the shear force acting on the strip. Okay. Let it be df. ചെറിയ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ സ്മോൾ വാല്യൂ ഓഫ് ഫോഴ്സ് എടുക്കുന്നത്. df is equal to എനിക്കിങ്ങനെ പറയാം ഷിയർ സ്ട്രെസ് ഇൻറ്റു 2πr dr അല്ലെ? നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെ? സോ ടോ ഇസ് എ ഷിയർ സ്ട്രെസ് ഇൻറ്റു 2πr ഇൻറ്റു dr. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഏരിയ, റൈറ്റ്? Sorry, stress into area, right? Now, so that is a shear force acting at that one. Okay. Now, this shear force is acting in this tangential direction, right? അങ്ങനെയാണെങ്കിൽ then എനിക്ക് സുഖമായിട്ട് പറയാം then the torque acting on the strip dt will be equal to എന്ത് പറയാം? ടോർക്ക് ആണ് എന്ത് മതി? ഈ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മതി. അതെന്താണ്? റേഡിയസ് r തന്നെയാണ് അല്ലെ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു 2πr dr into radius r will give me the torque, right? So or I can write it as tau into 2πr square dr എന്ന് എഴുതാം, right? Now നമുക്ക് from the previous relationship, okay, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് from the solution എനിക്കറിയാം from 1 നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു? my tau by r is equal to g theta by l എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? or shear stress is equal to g theta by l into radius r എന്ന് പറയാം. Okay, now let this be my fifth equation and sixth one. Okay, let this be my fifth equation, let this be my sixth equation, right? So on substituting 6 in 5 എനിക്ക് എങ്ങനെ കിട്ടും? dt is equal to g theta by l into small g theta by l into r ആണെങ്കിൽ g theta by l into capital R അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഷിയർ സ്ട്രെസ് ആക്ടിങ് ഒരു സെക്കൻഡ് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. So tau is equal to g theta by l into r ആണ് അല്ലെ? പക്ഷെ നമ്മളിവിടെ എടുക്കുന്ന ചെറിയ സ്ട്രിപ്പിന്റെ കേസാണ്. ഓക്കെ, നോ ഫോർ ദ സ്മോൾ സ്ട്രിപ്പ് നമുക്ക് ഇങ്ങനെ മാറ്റാം. ഫോർ ദ സ്മോൾ സ്ട്രിപ്പ് സെയിം ഇക്വേഷൻ അപ്ലിക്കബിൾ ആണ്. നമുക്ക് ഇങ്ങനെ പറയാം let that be tau dash എന്ന് കൊടുക്കാം. ഓക്കെ, some shear stress tau dash is equal to അല്ലെങ്കിൽ tau dash tau by r is equal to g theta by l is equal to capital R ആണെങ്കിൽ some tau dash into small r ആണെന്നും പറയാം. Okay, see the same variation, കാരണം സ്ട്രെസ് ആക്ടിങ് ഇവിടെ ഉണ്ടാകുന്ന അതേ വേരിയേഷൻ തന്നെ ആയിരിക്കും. നമ്മൾ അതാണ് അതിന്റെ ഒരു അസംപ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ അസംപ്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഷാഫ്റ്റ് എന്താണ് ട്വിസ്റ്റ് along the shaft is uniform എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? So along the shaft your twist is uniform. അപ്പൊ അതുകൊണ്ട് തന്നെ you can take a relationship something like this, tau dash by r, right? Now that means your tau dash, okay, which is a shear stress, maximum shear stress, right? Your tau is equal to tau dash by r into capital R എന്ന് പറയാം.
right? So tau is equal to tau dash by r into capital R second. So here I have അല്ല കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതുവരെ ക്ലിയർ അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് വരെ ഓക്കെ അല്ലേ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ആ ടോർക്കിന്റെ ഇക്വേഷൻ വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? മക്കളെ പറ. അതിനടുത്തേക്ക് വരാം. Okay. Okay. See, from the assumption, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. So, okay. So from one and from standard assumptions, you can take it as, so tau by r is equal to g theta by l ആണ്. It is nothing but tau by small r ആയിട്ട് എടുക്കാം. Right? എന്ന് വെച്ചാൽ up to this distance അല്ലെ, ഈ ഡിസ്റ്റൻസ്. അപ്പോൾ the shear stress will be uniform. ആ രീതിയിൽ നമുക്ക് എടുക്കാം. Right? So അങ്ങനെയാണെങ്കിൽ or your tau is equal to g theta by l into small radius r ആണ്. Right? Let this be my seventh equation. Right? So substitute 7 in 5. Okay, 7 in 5. So on substituting that, your dt is equal to g theta by l into r into 2 pi r square dr. Or you can rearrange it as g theta by second. Okay, you can rearrange it as g theta by l into ഞാൻ ഇതൊന്നും മാറ്റാണ്. എനിക്ക് ഇതിന്റെ സോൾവിങ്ങിന് വേണ്ടിയിട്ട് ആർ സ്ക്വയർ ഇൻറ്റു 2 പൈ ആർ ഡി ആർ എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സി ഇതിപ്പോ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് വെച്ചാൽ ഈ ഒരു ചെറിയ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ടോർക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ therefore the total torque, ഓക്കെ, ഒരു ചെറിയ സ്ട്രിപ്പിന്റെ ടോർക്ക് എടുത്തത്. അപ്പൊ ടോട്ടൽ ടോർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനിക്കിതിനെ ഈ ഒരു സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ഇത്. റൈറ്റ്? അപ്പൊ ടോട്ടൽ ടോർക്ക് എനിക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, എന്ത് ഇന്റഗ്രേറ്റ് ഇറ്റ് ഫ്രം 0 to capital R, അല്ലെ? So your torque T is equal to integral 0 to R g theta by L into R square into 2 pi R dr എന്ന് കിട്ടും. റൈറ്റ്? Or ഇങ്ങനെ പറയാം, your torque T is equal to integral 0 to R g theta by L into R square 2 pi R dr, അല്ലെ? നമുക്ക് ഇത് എങ്ങനെ എഴുതാം? g theta by L നെ വെളിയിൽ എടുക്കുകയാണെങ്കിൽ integral 0 to R square 2 pi R dr എന്ന് പറയും. ഓക്കെ, സി ദിസ് 2 pi R dr എന്ന് പറയുന്നത് ആ സ്മോൾ ഏരിയ ആണ്. R square dA, റൈറ്റ്? നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഇന്റഗ്രൽ R square dA എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. റൈറ്റ്? So on substituting that, you'll get g theta by L into polar moment of inertia J, or your T by J is equal to g theta by L. So this is your second relationship. Okay, so from 1 and 2, you can say that your T by J is equal to tau by R is equal to g theta by L. E by J is equal to tau by R is equal to g theta by L. This equation is called a torque equation. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കേസിലും ഇതിന്റെ ആവശ്യമുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലം, ഈ മൊഡ്യൂളിലെ ടോർഷന്റെ പ്രോബ്ലം, ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആവശ്യം വരും. ഓക്കെ, സോ ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു tau by r is equal to g theta by L. ഇതാണ് അതിന്റെ ഡെറിവേഷൻ. ക്ലിയർ ആണോ? അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്.
അപ്പൊ ഇതാണ് അതിന്റെ ഡെറിവേഷൻ. ക്ലിയർ അല്ലേ? എഴുതിയില്ലേ? ഓക്കെ, അത് ഇന്നൊന്ന് നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും കേസുകളിൽ ചോദിക്കുന്നതാണ്. ഇനി ബേസ്ഡ് ഓൺ ദിസ് ഡെറിവേഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് മനസ്സിലാക്കാം. സോ ഫ്രം ദ റിസൾട്ട്, ഇവിടെ കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. സോ ഫ്രം ദ റിസൾട്ട്, സോ ടോർക്ക് ഇക്വേഷൻ is T by J is equal to tau by R is equal to G theta by L. Okay. അപ്പൊ നമുക്കിനി പറയാം എന്താണ് your torque is directly proportional to theta അല്ലെ? നമുക്കറിയാം ടോർക്കും ടോർക്ക് ഇതിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താവും, your theta value will also increase, right? Now similarly torque is inversely proportional to radius of the shaft അല്ലെ? അപ്പൊ ഷാഫ്റ്റിന്റെ റേഡിയസ് നല്ല കൂടുതലുണ്ടെങ്കിൽ അതിന് ടോർക്ക് വിത്ത്സ്റ്റാൻഡിങ് എബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി ആൻഡ് തീറ്റ, ടി ആൻഡ് ആർ, ടി ആൻഡ് ഷിയർ സ്ട്രെസ്, ടി ആൻഡ് വിത്ത് ദ ലെങ്ത് ആസ് വെൽ അല്ലെ, ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്, റൈറ്റ്? Now so from this relationship, now from the first relationship, from equation 1 നമുക്ക് പറയാൻ പറ്റും ടി ബൈ ജെ നമ്മൾ എന്താ പറയുക, ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ, ഓർ tau is equal to g theta by L into R ആണ്. Okay, so based on this equation we can find out the variation of torsion along the cross section of the shaft. See, നമ്മൾ ഒരു മെറ്റീരിയലില് അല്ലെങ്കിൽ ഒരു ബാറിൽ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൽ ഞാനൊരു ടോർക്ക് അപ്ലൈ ആണെങ്കിൽ ഇതിനെ കൊണ്ട് ഈ ടോർക്കിനെ കൊണ്ട് ഈ മെറ്റീരിയൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും അല്ലെ, ഷിയറിംഗ് സ്ട്രെസ് ഉണ്ടാവും. ഈ ഷിയറിംഗ് സ്ട്രെസ് എവിടെയാണ് മാക്സിമം ഉണ്ടാവുക, എവിടെയാണ് മിനിമം ഉണ്ടാവുക എന്ന് അറിയണം അല്ലെ? അപ്പോ ഫ്രം ദിസ് ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആക്ച്വലി നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബുക്ക് നമ്മൾ ചുരുട്ടി പിടിച്ചിട്ട് അതിനെ നമ്മൾ അങ്ങ് പ്രസ് ചെയ്യണമെങ്കിൽ, ഓക്കെ കാണിക്കാം. ഓക്കെ, ഇപ്പോ എന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിന് ഞാൻ അങ്ങനെ ചുരുട്ടി പിടിച്ച് ഞാനിതിനെ പിടിച്ച് അങ്ങ് ട്വിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. രണ്ട് ഭാഗത്തും കൂടെ ട്വിസ്റ്റ് ചെയ്യണം, റൈറ്റ്? രണ്ട് ഫിക്സ് ചെയ്ത് ഞാൻ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മാക്സിമം ഇതിന്റെ മുകളിലുള്ള ഏറ്റവും ചുളിവ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കീറി പോകുന്നത് എവിടെയായിരിക്കും? ഇതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേപ്പർ ആയിരിക്കും അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ടോർഷന്റെ എഫക്ട് വരുന്നത് ഈ ഏറ്റവും ഔട്ടർ സർഫസിലാണ്. നമുക്കറിയാം, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് അല്ലെ? നമ്മളെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നല്ലോണം പിടിച്ചങ്ങ് ഏത് സാധനമായിരുന്നു നമുക്ക് ഒരു ഫിക്സ്ഡ് സാധനത്തിന് നമ്മൾ ടോർഷൻ കൊടുക്കണമെങ്കിൽ ആദ്യം അതിന്റെ സർഫസ് ലെയർ അങ്ങ് പൊടിയും അല്ലെ? അപ്പൊ നമ്മൾ ഒരു പെയിന്റ് അടിച്ച ഒരു പിന്നെ മെറ്റൽ പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അതിന്റെ മുകളിൽ ടോർക്ക് അപ്ലൈ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാല് ആ മെറ്റൽ പീസിന്റെ ടോപ്പ് പോർഷനിലെ പെയിന്റ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം ഇളകുക അല്ലെ? അതിനുശേഷം എന്താ ഏറ്റവും ടോപ്പ് സർഫസിന് ഡാമേജ് സംഭവിക്കും, പിന്നെയാണ് അതിന്റെ ഉള്ളിലേക്ക് വരിക. ഇതാണ് നമ്മുടെ നോർമൽ ഒബ്സർവേഷൻ. ഓക്കെ, ആ ഒബ്സർവേഷൻ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആ ഒബ്സർവേഷൻ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ ഡീവിയേഷൻ ഇങ്ങനെയാണ്. tau is equal to g theta by L into R, right? Now from this നമുക്ക് പറയാം relationship ഇങ്ങനെയാണ്. tau is equal to g theta by L into R, right? Now for a certain torque your g is a constant value, length ഷാഫ്റ്റിന്റെ constant value ആണ്, അതിന്റെ theta value constant ആണ്. ഒരു particular ഒരു torque ഞാൻ അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ theta value constant ആണ്. So that means your shear stress value is directly proportional to the radius R, right? So radius കൂടുമ്പോ shear stress കൂടും. So that means എനിക്ക് ഇങ്ങനെ പറയാം, see as the radius increases അല്ലെങ്കിൽ എവിടെയാണോ റേഡിയസ് മാക്സിമം ആയിട്ടുള്ളത് അവിടെയായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവുക. ടോ എപ്പോഴാണ് മാക്സിമം ആവുക? വെൻ റേഡിയസ് ഈസ് മാക്സിമം അല്ലെ? ക്രോസ് സെക്ഷനിലെ റേഡിയസ് ഏറ്റവും മാക്സിമം ആയ പോയിന്റിലായിരിക്കും എനിക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് വരിക. സോ ഇതിന്റെ ഒരു വേരിയേഷൻ നോക്കുക. ഇത് ക്രോസ് സെക്ഷൻ, ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഷിയർ സ്ട്രെസ് വേരിയേഷൻ ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഷിയർ സ്ട്രെസിന്റെ വേരിയേഷൻ ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ഏറ്റവും ഔട്ടർ പോയിന്റ്. ഈ ഔട്ടർ പോയിന്റിലായിരിക്കും മാക്സിമം ഉണ്ടാവുക. സെന്ററിൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സെന്റർ പോയിന്റിൽ ഷിയർ സ്ട്രെസ് എന്താ നോക്കാം. സെന്റർ എത്തുമ്പോ എന്തായി? റേഡിയസ് 0 അല്ലെ? അറ്റ് ഔട്ടർ പോയിന്റ് എന്താ?
ടോ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ഇൻറ്റു റേഡിയസ് ആർ തന്നെയാണ്. ഇതാണ് മാക്സിമം വാല്യൂ, മാക്സിമം ഷിയർ സ്ട്രെസ് വാല്യൂ. സിമിലർലി അറ്റ് സെന്റർ പോയിന്റ് ആണെങ്കിൽ, സെന്ററിലാണെങ്കിൽ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ഇൻറ്റു റേഡിയസ് എത്രയായിരിക്കും? സെന്ററിലാകുമ്പോൾ റേഡിയസ് 0 അല്ലെ. So that means your shear stress value is equal to 0, right? So center point shear stress is 0 ആയിരിക്കും, ഔട്ടർ പോയിന്റ് ആയിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവുക, റൈറ്റ്? ഇനി ഇത് തമ്മിൽ എങ്ങനെയായിരിക്കും വേരിയേഷൻ ഉണ്ടാവുക? ഈ റേഡിയസ് കൂടുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഷിയർ സ്ട്രെസ് വാല്യൂ മാറുക? റൈറ്റ്, അതാണ് അടുത്തൊരു കാര്യം അല്ലെ. പല രീതിയിൽ വേണമെങ്കിലും വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ടോ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം y ഇസ് ഈക്വൽ ടു എം എക്സ്, where m is the slope അല്ലെ. m ആണ് ഇവിടുത്തെ ജി തീറ്റ ബൈ എൽ. നമുക്കറിയാം y is equal to mx plus c എന്നുള്ള എന്തിന്റെ ഇക്വേഷൻ ആണ്? y is equal to mx plus c എന്തിന്റെ ഇക്വേഷൻ? y is equal to mx plus c എന്തിന്റെ ഇക്വേഷൻ ആണ്? പിള്ളേരെ y equal to mx plus c ഇതിന്റെ ഇക്വേഷൻ ആണ്. പറയൂ, അറിയില്ലേ? സ്ട്രേറ്റ് ലൈൻ അല്ലെ ആണോ? നിങ്ങൾ ഡൗട്ട് ആക്കല്ലേ അതൊന്നും. അല്ല, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് കാര്യങ്ങളല്ലേ, നിങ്ങൾ അതിലൊന്നും ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ളത് പോലെ ചോദിക്കല്ലേ. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണോ y is equal to mx plus c അല്ലെ? ഓക്കെ, അപ്പോ so the variation is a straight line variation അല്ലെ. അപ്പൊ നമുക്ക് പറയാം variation is also a straight line variation. So the variation will be straight line variation, though for your stress actually varies like this. It's a straight line variation. അപ്പോ എവിടെയാണോ റേഡിയസ് മാക്സിമം, ഏറ്റവും ഔട്ടർ പോയിന്റ് ആയിരിക്കും മാക്സിമം സ്ട്രെസ് ഉണ്ടാവുക, സെന്ററിൽ 0 ആയിരിക്കും. ബാക്കി എല്ലാ പോയിന്റിലും ഇറ്റ് വാരീസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് പിന്നെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ ക്രോസ് സെക്ഷൻ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ സപ്പോസ് യു ഹാവ് എ ഷാഫ്റ്റ്, circular shaft. Okay, let this be the cross section. Cross section ഇങ്ങനെയാണെങ്കിൽ stress will be maximum at the end. Okay, ഇതാണ് tau max, ഇത് tau minimum and the minimum value is 0. Okay, അപ്പൊ ഇതുപോലെയാണ് വേരിയേഷൻ ഉണ്ടാവുക. അപ്പൊ ഒരു മെറ്റീരിയലിൽ ഒരു ഷാഫ്റ്റിന്റെ മുകളിൽ നമ്മൾ ടോർക്ക് അപ്ലൈ ആണെങ്കിൽ മെറ്റീരിയലിന്റെ സെന്ററിൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല, സെന്ററിൽ ഒരു ഡാമേജ് സംഭവിക്കില്ല. മെറ്റീരിയൽ ഡാമേജ് സംഭവിക്കുന്നത് അതിന്റെ സർഫസിലായിരിക്കും അല്ലെ. സർഫസിലാണ് ആദ്യം ഏറ്റവും മാക്സിമം എഫക്ട് വരിക, സർഫസിലാണ് ആദ്യം ഒരു ക്രാക്ക് ഫോം ചെയ്യുക, അതാണ് പിന്നെ ജനറേറ്റ് ചെയ്തിട്ട് ബോട്ടത്തിൽ വരെ എത്തുക, റൈറ്റ്? അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽ. നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താ? സ്ട്രെസ് വാല്യൂ ഇങ്ങനെ കുറഞ്ഞു സെന്ററിൽ വരണം. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ഇതേപോലെ സോളിഡ് ഷാഫ്റ്റ് ഉപയോഗിക്കണ്ട, പറ്റാവുന്ന കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഹോളോ ഷാഫ്റ്റ് ഉപയോഗിച്ചാൽ മതി. കാരണം എന്താ? റൊട്ടേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്തിനു ഇത്തിരി മെറ്റീരിയൽ വേസ്റ്റ്, റൈറ്റ്? എന്താ ചോദിച്ചോ? അതെ, ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ എല്ലാ സ്ഥലത്തും സോളിഡ് ഷാഫ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അത്രയും മെറ്റീരിയൽ വേസ്റ്റ് ആണ്. ആ 12. ഓക്കെ പള്ളി പോണായിരിക്കും. ഓക്കെ, അപ്പൊ ശരി, ഞാൻ അറ്റൻഡൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് ബാക്കി കാണാം, അടുത്ത ദിവസം കാണാം. അറ്റൻഡൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. സർ ഞാൻ എന്റെ നെറ്റ് കട്ടായി പോയതായിരുന്നു. കുഴപ്പമില്ല, ഉണ്ട്. ഞാൻ ഇപ്പൊ എടുത്തേ 19 പേരുണ്ടാകുമ്പോ എടുത്തേ. ഓക്കെ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു.
സർ ഹലോ